of God. God through evangelist Shaji Joseph. എറണാകുളം പ്രാർത്ഥനാലയത്തിൽ നടന്ന ദൈവരാജ്യത്തിന്റെ പരിശീലനത്തിൽ നിന്ന് വെൽക്കം ടു ദ ടീച്ചിങ് മിനിസ്ട്രി ഓഫ് ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോസഫ്. ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഈ ദൈവവചന സന്ദേശം കേൾക്കുവാനായി വിശുദ്ധ വേദപുസ്തകവും നോട്ട്ബുക്കും എടുത്തുകൊണ്ട് ഇപ്പോൾ ഒരുങ്ങി. ദൈവ ആത്മാവ് എടുത്തു തരുന്ന വചനത്തിന്റെ മേൽ പണിതാൽ അതിനെ തോൽപ്പിക്കാൻ യൂണിവേഴ്സിലെ ഒരു ശക്തിക്കും പറ്റുകയില്ല. കിങ്ഡം ട്രെയിനിങ്. നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ സമയത്തിലാണ്. ദൈവം പ്രവർത്തിക്കുന്ന നിത്യതയിലാണ്. സ്തോത്രം. മനുഷ്യൻ പ്രവർത്തിക്കുന്ന സമയത്തിലാണ്. കിങ്ഡം ട്രെയിനിങ്. യഥാർത്ഥ ദൈവമക്കളെ ഇതിൽ പ്രവർത്തിക്കുന്നറിയാമോ? സമയത്ത് അവര് പ്രവർത്തിച്ച് നിത്യതയിൽ അവർ ജീവിക്കും. കിങ്ഡം ട്രെയിനിങ്. ഈ ലോകത്തിലെ ലോകമക്കളും ഇതറിയാത്ത രീതിയിൽ പോകുന്ന ദൈവമക്കൾ എന്ന് പറയുന്ന ലോകമക്കളും ഇവര് ജീവിക്കുന്നത് മരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ യഥാർത്ഥ മക്കൾ മരിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. കിങ്ഡം ട്രെയിനിങ്. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു ആണെങ്കിൽ, കാരണം എന്റെ ജീവിതം ഞാൻ എനിക്ക് വേണ്ടിയല്ല, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുകയല്ല, ജീവിക്കുന്നുവെങ്കിൽ എന്റെ മരണം എനിക്ക് ലാഭമാണ്. കിങ്ഡം ട്രെയിനിങ്. മരണം ലോകത്തിന് ദുഃഖമാണ്. യഹോ ഭക്തന്റെ മരണം സ്വർഗത്തിൽ സന്തോഷമാണ്. തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. സ്തോത്ര. ഹല്ലേലൂയ. കാരണം എന്റെ മോൻ കോഴ്സ് കഴിഞ്ഞ് വരികയാ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? അവൻ കോഴ്സ് കഴിഞ്ഞ് വരികയാ. സ്വർഗത്തിൽ അത് ഭയങ്കര സന്തോഷമാണ്. ഹാപ്പി ഡെത്ത് ഡേ. നമ്മൾ ഹാപ്പി ബർത്ത്ഡേ അല്ലേ പറയുന്നത്? അല്ലേ? സമ്മാനം കൊടുത്താക്കുന്നേ ഇല്ലേ? സ്വർഗത്തിൽ ഹാപ്പി ഡെത്ത് ഡേ. സഭാപ്രസംഗം 7-ാം അധ്യായം പറയുകയാണ്, കുഞ്ഞെ, നിന്റെ ബർത്ത്ഡേയേക്കാൾ നല്ലത് നിന്റെ ഡെത്ത് ഡേ. സ്തോത്രം. നിന്റെ ജന്മദിവസത്തേക്കാൾ നിനക്ക് നല്ലത് നിന്റെ മരണ ദിവസമാണ്. സ്തോത്ര. നമ്മളെ സംബന്ധിച്ച മരണം എന്ന് പറയുന്നത് വലിയൊരു കഷ്ടമാണെങ്കിൽ യഥാർത്ഥ ദൈവപൈതലെ മനസ്സിലാക്കിക്കോ, മരണം എന്ന് പറയുന്നത് നിന്റെ പ്രമോഷനാണ്. കിങ്ഡം ട്രെയിനിങ്. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഒരു രാജ്യം വേണമെങ്കിൽ ലാൻഡും രാജാവും മാത്രം പോരാ, ജനങ്ങൾ ആവശ്യമാണ്. യേശു രാജാവാണ്. യേശുവിന് അധികാരമുണ്ട്. യോഹന്നാൻ 18:36 വായിച്ചു. എന്റെ രാജ്യം ഐഹികം ആയിരുന്നു എങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാത്തവണ്ണം എന്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോ ശ്രദ്ധിക്കുക, ഇവിടെ എന്റെ രാജ്യത്തെ കുറിച്ച് കർത്താവ് പറയുന്ന രംഗമാണ്. തുടർന്ന് മത്തായി 28:18. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഇവിടെ പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ലാൻഡ് ഉണ്ട്, ഞാൻ രാജാവൊക്കെ തന്നെയാ, അധികാരമൊക്കെ കിട്ടി. പക്ഷേ പ്രജകളില്ല. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം ക്രിസ്തുവിനെ കാണാം. ക്രിസ്തുവിന്റെ തേജോമയമായ രൂപം നമുക്ക് കാണാം. അതുകൊണ്ട് ആ ക്രിസ്തുവിന് ഒരു കുറവുണ്ട്.
നമ്മൾ ആ ക്രിസ്തുവിനെ എല്ലാം തികഞ്ഞ ആയിട്ട് നമ്മൾ പ്രസംഗിക്കുന്നതൊക്കെ ഉണ്ട്, പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു കുറവ് നമ്മൾ മനസ്സിലാക്കണം. ആ ക്രിസ്തുവിന്റെ മാറത്ത് പൊൻകച്ചയുണ്ട്, വെള്ളോടിന് സമമായ കാലുകൾ, തല സിൽവർ, അതായത് വെള്ളി പോലെ നല്ല തലമുടി, വെളുത്ത പഞ്ഞി പോലെയുള്ള തലമുടി, കണ്ണുകൾ അഗ്നിനാളങ്ങൾക്കൊത്തുള്ള കണ്ണുകൾ. പക്ഷേ അപ്പോഴും ആ യേശു ഒന്നിനു വേണ്ടി ദാഹിക്കുന്നുണ്ട്. യേശുവിന്റെ തലയിൽ കിരീടമില്ല. ആ യേശുവിന്റെ തലയിൽ കിരീടമില്ല. ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, തലയിലില്ലാത്ത ഒന്നാണ് കിരീടം. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടു പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. ആ പറഞ്ഞ വിവരണങ്ങളിൽ രാജാവിന്റെ തലയിൽ കിരീടമുണ്ടോ? കിരീടമില്ല. രാജ്യത്വം പ്രാപിക്കണം കിരീടം വേണമെങ്കിൽ, സ്തോത്രം, രാജ്യത്വം പ്രാപിക്കണം കിരീടം വേണമെങ്കിൽ എപ്പോഴാ കിരീടം കാണും? എപ്പോഴാണെന്നറിയാമോ? രാജ്യത്വം പ്രാപിച്ചു കഴിയുമ്പോ കിരീടം കാണും. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ 11-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കി. 7-ാമത്തെ ദൂതൻ കാഹളമൂതിയപ്പോൾ എന്ത് സംഭവിച്ചു? ചെറിയ 7-ാമത്തെ ദൂതൻ കാഹളമൂതിയപ്പോൾ ഒന്ന് ദൈവദാസന്റെ വായിക്കുന്നുണ്ടോ? എന്ത് സംഭവിച്ചു അവിടെ? ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി ആയിത്തീർന്നു. സ്തോത്രം. ഇനി ക്രിസ്തുവിനെ നോക്കിയ കിരീടം കാണും. സ്തോത്രം. ഇതുവരെ തലയിൽ കിരീടമില്ലാത്ത ക്രിസ്തുവിനെ ഇനി നോക്കിയ കിരീടം കാണും. 14-ാം അധ്യായത്തിലേക്ക് വന്നാൽ 14-ാം അധ്യായത്തിൽ 2 കൊയ്ത്ത് അവിടെ നടക്കുന്നുണ്ട്. 2 കൊയ്ത്തിൽ 14 വായിച്ചാണ്. പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിൽ മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും, വെളുത്ത ഒരു മേഘവും മേഘത്തിന്റെ മുകളിൽ മനുഷ്യപുത്രന് സദൃശ്യനായ ഒരുവൻ തലയിൽ പൊൻകിരീടവും. തലയിൽ എന്ത് കിരീടം? പൊൻകിരീടവും. തലയിൽ ഇപ്പൊ കിരീടമില്ലാതെയല്ല, പൊൻകിരീടവും, കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി കൊയ്ത്തിനൊരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയായി ഇപ്പോ കാണുന്നത്. സ്തോത്രം. 11-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം കണ്ടു, ലോകരാജ്യത്വം ആരുടേതായി തീർന്നു? ക്രിസ്തുവിൻ്റെത് ആയിത്തീർന്നു. തുടർന്ന് ക്രിസ്തുവിനെ കാണുമ്പോൾ 1-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ തലയിൽ കിരീടം ഉണ്ടായില്ല. എന്നാൽ ലോകരാജ്യത്വം കിട്ടിയതിന് ശേഷം ക്രിസ്തുവിനെ നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ തലയിൽ കിരീടമുണ്ട്. ഇനി 19-ാം ഒരു കിരീടമേ ഉള്ളൂ ഇതില്. ഇനി 19-ാം അധ്യായത്തിൽ ഈ ക്രിസ്തു തന്റെ സേനയും വിശുദ്ധരുമായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നൊരു സമയമുണ്ട്. അപ്പോൾ ഒരു കിരീടമല്ല, അനേക കിരീടങ്ങളും കൂടിയാവും വരുന്നത്. സ്തോത്രം. എന്തിനാണെന്നറിയാമോ? നമുക്ക് ഓരോരുത്തർക്കും തരുവാനുള്ള കിരീടങ്ങളുമായ കർത്താവ് താഴേക്ക് പോരുന്നത്. മലയാളത്തിൽ അനേക രാജമുടികളെന്നൊക്കെയാ, എനിക്ക് അറിഞ്ഞുകൂടാ രാജമുടി എന്ന് വെച്ചാൽ കിരീടമാണ്. ഇംഗ്ലീഷിൽ കിരീടമാണ്. സ്തോത്രം. ആ 19-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോ കിരീടം മനസ്സിലാവുന്നുണ്ടോ? ആ ബാക്കിയൊന്ന് വായിച്ചാൽ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവനെ വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. ശ്രദ്ധിക്കുക 12. His eyes were like a flame of fire and on his head were many crowns. അനേക കിരീടങ്ങൾ. അവന്റെ തലയിൽ ഒന്നല്ല, അനേക കിരീടങ്ങളായി. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നമ്മൾ ഓരോരുത്തരും
ഇരുമ്പ് ദണ്ട് കൊണ്ട് കർത്താവോട് കൂടെ ചേർന്ന് വാഴാൻ പോവുകയാണ്. സ്തോത്രം. നമ്മൾ കർത്താവോട് ചേർന്ന് നമ്മൾ വാഴാൻ പോവുക. നമുക്ക് എല്ലാവർക്കുമുള്ള കിരീടങ്ങൾ, എല്ലാ ഭാഗങ്ങളും, ആ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. സ്തോത്രം. റെവലേഷൻ 3:11 വായിച്ച്, വെളിപ്പാട് 3:11. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. അപ്പൊ നമുക്ക് എന്തുണ്ട്? കിരീടമുണ്ട്. നമുക്ക് എന്നാ ഉണ്ട്? കിരീടമുണ്ട്. നമുക്കുള്ളതൊക്കെ കർത്താവിന്റെ കയ്യിലുണ്ട്. സ്തോത്രം. നമുക്കുള്ളതെല്ലാം കർത്താവിന്റെ കയ്യില് ഉണ്ട്. കർത്താവ് എന്തിനാണ് ഇവിടുന്ന് പോയേ? ഈ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം. അവിടെ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. 19-ാം അധ്യായത്തിൽ 12-ാം വാക്യം. എന്തെന്നാൽ കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരേണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. ശ്രദ്ധിക്കുക, ഈ ഉപമ നമ്മള് ഇപ്പൊ പൂർണ്ണമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യില്ല, അടുത്ത ദിവസം എക്സ്പ്ലെയിൻ ചെയ്യും. കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണം. അപ്പൊ ഈ മനുഷ്യൻ എന്തിനാ പോണേ? രാജ്യത്വം പ്രാപിക്കാൻ. രാജ്യത്വം പ്രാപിക്കാനാ പോയെ. അപ്പോ ആരാ മനുഷ്യൻ? കർത്താവ് യേശുവാണ് ആ മനുഷ്യൻ. സ്തോത്ര. അപ്പൊ യേശു എന്തിനാ മടങ്ങിപ്പോയെ? രാജ്യത്വം പ്രാപിക്കാനാണ്. കാരണം ഇപ്പോ യേശു ഭൂമിയിലായിരുന്ന സമയത്ത് യേശുവിന് പ്രജകൾ ആവശ്യമാണ്. ജനം അവനെ അംഗീകരിക്കേണ്ട ആവശ്യമാണ്. പീലാത്തോസ് ഒരു ചോദ്യം ചോദിച്ചു ജനത്തോട്. ജനം മുമ്പിൽ നിൽക്കുക, ജനമാണല്ലോ തീരുമാനിക്കണ്ടേ, അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് അറിയണ്ടല്ലോ. ഒരു ചോദ്യം ചോദിച്ചു. ജീവനായകനായ യേശു, ഞാൻ അല്പം പാരഫ്രൈസ് ചെയ്താ പറയത്തുള്ളൂ. ജീവനായകനായ യേശു ഒരു ഭാഗത്ത് നിർത്തി, മറുഭാഗത്ത് കള്ളനെ നിർത്തി, ബറബാസിനെ നിർത്തി. വോട്ടെടുക്കല. ബറബാസ് പിശാചിനെ റെപ്രസെന്റ് ചെയ്യിക്കുന്നു. കർത്താവ് യേശു ജീവനെ റെപ്രസെന്റ് ചെയ്യുക. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു സൈഡിൽ ജീവനും മറു സൈഡിൽ മരണവും. ജനത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരെ വേണം? ജനമല്ലേ തീരുമാനിക്കണ്ടേ, ആരെ വേണം? ബറബാസിനെ മതി, കള്ളനെ മതി. ഇപ്പോ സ്വന്തത്തിലേക്ക് യേശു വന്നു, സ്വന്തമായവർ അവനെ തള്ളിക്കളഞ്ഞു. ഇപ്പൊ യേശുവിന് ആരില്ല. അധികാരമുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലൊക്കെ അധികാരമുണ്ട്, താൻ രാജാവൊക്കെയാണ്. പക്ഷെ ആരില്ല? പ്രജകളില്ല. യേശുവിന് പ്രജകളില്ല. അവസാനം വന്നപ്പോ ക്രൂശിക്കുന്ന സമയത്ത് തന്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവരും കൂടി ഓടി. ആത്മീയമായി ആഴത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള 14 DVD അടങ്ങിയ പവർ പോയിന്റ് പ്രസന്റേഷനോട് കൂടിയ പുതിയ സന്ദേശം ബൈബിൾ വിഷൻ. നിങ്ങളെ കുറ്റം പറയാൻ ഒരു 10 പേരുണ്ടെങ്കിലേ നിങ്ങൾ കുറച്ചും കൂടി മൂർച്ചയുള്ളതായി തീരത്തുള്ളൂ, കുറച്ചും കൂടി ഫലം പുറപ്പെടുന്നതായി തീരത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ആരെങ്കിലും കുറ്റം പറയുമ്പോ, അയ്യോ വലിയ കൊടുങ്കാറ്റ് എനിക്ക് നേരെ വരുന്നു, ബ്രദർ ശ്രദ്ധിച്ചോളണം, വലിയ കൊടുങ്കാറ്റ് വരുന്നു. എന്നാൽ ആ ബ്രദർ ദൈവത്തിന്റെ കാഴ്ചപ്പാടുള്ള വ്യക്തിയാണെങ്കിൽ ആ ബ്രദർ പറയും, കൊടുങ്കാറ്റ് വരുന്നു, നല്ല കാര്യ. എന്റെ അപ്പൻ കഴുകനെ പോലെ ചിറകടിച്ചുയരുമെന്ന് എന്നെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന, എന്റെ അപ്പനെ ഉപമിച്ചിരിക്കുന്ന 2 മൃഗങ്ങൾ, ഒന്ന് സിംഹമുഖം, ഒന്ന് കഴുകുമുഖം. കഴുകൻ എന്ത് ചെയ്യുന്നറിയാമോ? അത് ഏറ്റവും ഉയരത്തിൽ പറക്കുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടി. ആ കൊടുമുടിക്ക് മുകളിലൂടെ പറക്കാൻ കഴിയാവുന്ന ഒരേ ഒരു പക്ഷിയേ ഉള്ളൂ, അവനാണ് കഴുക്. എന്നെ കഴുകനോട് ദൈവം ഉപമിച്ചിരിക്കുന്നത്. കഴുകൻ കൊടുങ്കാറ്റ് കണ്ട് പേടിക്കത്തില്ല, പകരം കൊടുങ്കാറ്റ് വരുമ്പോൾ കഴുകൻ കൊടുങ്കാറ്റിനെ ഉപയോഗിക്കുക. കഴുകൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇത്രയും നാൾ ഞാൻ പറന്നു, എന്നാൽ കൊടുങ്കാറ്റ് നീ അവിടെ ഉണ്ടോ? ഇതാ ഞാൻ നിന്നിലേക്ക് ഇടിച്ചു കയറുകയാ. എന്തിനാണെന്നറിയാമോ? ഇന്നു മുതൽ എനിക്ക് പറക്കേണ്ട, പകരം കൊടുങ്കാറ്റ് എന്നെ കൊണ്ടുപോയിക്കൊള്ളു. ഞാനിതാ എന്റെ ചിറക് വിഴിച്ചു നിൽക്കും. കൊടുങ്കാറ്റ് എന്നെ ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക്, താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഈ കൊടുങ്കാറ്റ് എന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് ക്രിറ്റിസിസത്തെ നിങ്ങൾ ഭയപ്പെടരുത്, എതിർപ്പുകളെ നിങ്ങൾ ഭയപ്പെടരുത്. ശക്തമായി മുന്നേറുക. എന്റെ യേശുവിന് വേണ്ടി, നമ്മുടെ യേശുവിന് വേണ്ടി മുന്നേറുക. ഇതാ മറഞ്ഞു കിടക്കുന്ന ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹീതമായ അവസരം.
വാങ്ങുവാൻ താല്പര്യമുള്ളവർ പ്രാർത്ഥനാലയവുമായി ബന്ധപ്പെട്ടാണ്. എതിർപ്പുകളെ ഭയപ്പെടരുത്, അത് നമ്മളെ സഹായിക്കും. ലോകപ്രകാരം ചിന്തിക്കുന്നവൻ ചിന്തിക്കുക, ഓ ഇവനെതിരെ എതിർപ്പ് പറഞ്ഞാൽ ഇവൻ വീഴുമെന്ന്. ആ ചിന്ത വെറുതെയാ. ദൈവം കാണുന്നത് പോലെ കാര്യങ്ങളെ കാണുക. ഹല്ലേലൂയ. നിങ്ങൾ കടന്നുപോയ പ്രയാസമാണ് നിങ്ങൾ അറിയപ്പെടുവാൻ ഇടയാകുന്നത്. യേശുക്രിസ്തു കടന്നുപോയ ക്രൂശാണ് യേശുക്രിസ്തു അറിയപ്പെടാൻ ഇടയായത്. ദാവീദ് ഗോലിയാത്തിനെ തകർത്തതാണ് ദാവീദ് അറിയപ്പെടാൻ ഇടയായത്. കുഞ്ഞെ, പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും നിന്റെ മുൻപിലുള്ളപ്പോൾ നീ തകരരുത്. അതിന് നിന്നെ തകർക്കാനല്ല, അതിന് നിന്നെ ഉയർത്താനാ അത് വന്നിരിക്കുന്നത്. പിതാവായ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉദ്ദേശം എന്താണ്? സഭയുടെ ഉദ്ദേശം എന്താണ്? ഇതാണ് നമ്മുടെ ആത്മമണ്ഡലത്തിലെ മനുഷ്യൻ. ഈ പുറത്ത് കാണുന്ന ഭൗതിക ശരീരമാണ് നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന ഇവിടത്തെ മനുഷ്യൻ. ആമേൻ. ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് ഈ പുറത്തുള്ള മനുഷ്യന്റെ ചെവിയിലൂടെ കേൾക്കുകയാ. കർത്താവ് പറയുന്നു, മോനെ മകളെ, ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ അകത്തുള്ള മനുഷ്യന്റെ ചെവിയിലൂടെ നീ കേൾക്കണം. അതിന്റെ പേരാ വെളിപ്പാട്. അകത്തുള്ള മനുഷ്യന്റെ ചെവിയിലൂടെ നീ കേൾക്കണം. അങ്ങനെ നിങ്ങൾക്ക് വെളിപ്പാടിന്റെ ആത്മാവിനെ തന്നാൽ നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി, മനസ്സിന്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട് എന്റെ വിളിയുള്ള ആശ നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ അതുല്യമായ ഇതാ മറഞ്ഞു കിടക്കുന്ന ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹീതമായ അവസരം, ബൈബിൾ വിഷൻ. സ്വർഗത്തിലും ഭൂമിയിലൊക്കെ അധികാരമുണ്ട്, താൻ രാജാവൊക്കെയാണ്. പക്ഷെ ആരില്ല? പ്രജകളില്ല. യേശുവിന് പ്രജകളില്ല. അവസാനം വന്നപ്പോ ക്രൂശിക്കുന്ന സമയത്ത് തന്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവരും കൂടി ഓടി. പക്ഷെ യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരെ തിരിച്ചു വീണ്ടും കൊണ്ടുവന്നു. പക്ഷേ ഈ വളരെ കുറഞ്ഞ ജനം, 12 അല്ലെങ്കിൽ 120 പേരെ കൊണ്ട് ഒരു കാര്യം പരിപാടി നടക്കത്തില്ല. യേശു ആ ദൈവരാജ്യം എന്ന ചെറിയ പുളിപ്പ് ഇവിടെ ഇറക്കിയിട്ട് തൻ്റെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വചനങ്ങൾ ഇവർക്ക് കൊടുത്തിട്ട് ഇവരെ ട്രെയിൻ ചെയ്യിച്ചു ദൈവരാജ്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന്. എന്നിട്ട് യേശു കടന്നുപോയി ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? എനിക്കിനി പ്രജയെ നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് പ്രജ ഉണ്ടാക്കണം. എന്നാലേ എനിക്ക് മടങ്ങി വരാൻ പറ്റൂ. ഞാൻ ഇങ്ങോട്ട് വരണമെങ്കിൽ നിങ്ങൾ എനിക്ക് പ്രജകളെ ഉണ്ടാക്കണം. ഞാൻ വന്നത് എന്തിനു വേണ്ടിയാ? രാജ്യത്വം പ്രാപിക്കാനാ. പക്ഷെ എനിക്ക് പ്രജ വേണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഡ്യൂട്ടി കൊടുത്തു. 1 പത്രോസ് 2:9 ഒരു ഡ്യൂട്ടി കൊടുത്തു, അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ, ആരാ വിളിച്ചേ? യേശു വിളിച്ചവന്റെ സൽഗുണങ്ങളെ നിങ്ങൾ പോയി അറിയിക്കണം, ലോകത്തോട് അറിയിക്കണം. എന്നിട്ട് പറയണോ, ഞങ്ങൾക്ക് യേശു എന്നൊരു രാജാവുണ്ട്, നിനക്ക് നിത്യജീവൻ തരും, നിന്റെ രോഗത്തെ സൗഖ്യമാക്കും, നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം തരും, യേശു നിനക്ക് നിത്യജീവൻ തരും എന്ന് പറഞ്ഞ് ആ യേശുവിന്റെ സൽഗുണങ്ങളെ പോയി നാം അറിയിച്ചിട്ട് ആ വ്യക്തിയെയും കൂടെ യേശുവിന്റെ രാജ്യത്തിലെ പൗരനാക്കണം. മനസ്സിലായോ? അപ്പൊ എന്തു കൂടും? പ്രജകളുടെ എണ്ണം കൂടും. ആ പ്രജകളുടെ എണ്ണം കൂടി 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 ജാതികളുടെ പൂർണ്ണസംഖ്യ തികയും. മനസ്സിലായോ? റോമൻ 11:25 പറയുകയാണ്, ജാതികളുടെ പൂർണ്ണസംഖ്യ തികയും. അന്ന് വരെ ഇസ്രായേലിന് അംശമായി കാഠിന്യമാണ്. 11:25 വായിച്ചു. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇതൊരു രഹസ്യമാണ് കേട്ടോ, ഇതൊരു രഹസ്യമാണ്. യേശുവിന്റെ വരവിനെ കുറിച്ച് വലിയ തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, എപ്പോ യേശു വരുമെന്ന് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം. അല്ല, ആരാണോ ചേർക്കാൻ പോണത്? യേശു ഇറങ്ങി വരും ഇനിയും. പിന്നെ ആര് ചേർക്കണം? നമ്മൾ തന്നെ ഫില്ല് ചെയ്യണം. ആര് ചേർക്കണം?
നമ്മൾ ഓരോരുത്തരും വേണം അത് ചേർക്കുവാൻ. ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുവോളം ഇസ്രായേലിനെ അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇപ്പൊ ഇസ്രായേലിനെ കാഠിന്യം ഭവിച്ചിരിക്കുക. ഒരിക്കലും എൻ്റെ ഒരു സ്നേഹിതൻ, മസ്കറ്റിലുള്ള ഒരു സ്നേഹിതൻ ഒരു ജൂവിനെ കണ്ടു. അദ്ദേഹം സ്റ്റേറ്റ്സിൽ പോയപ്പോൾ ഒരു ജൂവിനെ കണ്ടു. അവരോട് യേശുവിനെ കുറിച്ച് ആ ജൂവിനോട് പറഞ്ഞപ്പോ അദ്ദേഹം വളരെ മോശമായിട്ട് സംസാരിച്ചു. യേശുവിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങളല്ലേ തെരഞ്ഞെടുക്കപ്പെട്ടവരെ, നിങ്ങളിങ്ങനെ നിശ്ചിച്ച നരകത്തിൽ പോകില്ലേ? പോട്ടെ. കാരണം അത്രത്തോളം അവരുടെ ഹൃദയം കാഠിന്യമായിരിക്കുകയാണ്. ജാതികളുടെ പൂർണ്ണസംഖ്യ തികയോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുകയാണ്. സ്തോത്രം. അതേ റോമൻസ് 11 അതിന്റെ 15 വായിച്ച്. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിനെ, ഇസ്രായേലിന്റെ ഭ്രംശം, ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞത് ലോകത്തിന്റെ നിരപ്പിനെ ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പല്ലാതെ എന്താവും? നമ്മൾ ആദ്യം വായിച്ച വചനം ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുന്നത് വരെ ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇത് അതിനോട് ലിങ്ക് ചെയ്ത് വീണ്ടും പറയുകയാണ്, ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞപ്പോഴാണ് ലോകത്തെ ജാതികളെ സ്വീകരിക്കാനായിട്ട് തുടങ്ങിയത്. പക്ഷെ ഇസ്രായേലിനെ സ്വീകരിച്ചാൽ ആ നിമിഷം മരിച്ചവരുടെ ഉയർപ്പായിരിക്കും. സ്തോത്രം. മരിച്ചവരുടെ ഉയർപ്പായിരിക്കും. മരിച്ചവരുടെ ഉയർപ്പെന്ന് വെച്ചാൽ യേശു കർത്താവിന്റെ വരവ. അപ്പോ യേശു കർത്താവ് വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? യേശു കർത്താവ് വരണമെങ്കിൽ ഇസ്രായേലിന്റെ കാഠിന്യം മാറണം. ഇസ്രായേലിനെ സ്വീകരിക്കണം. ഇസ്രായേലിന്റെ കാഠിന്യം മാറണമെങ്കിൽ ജാതികളുടെ പൂർണ്ണസംഖ്യ തികയണം. ജാതികളുടെ പൂർണ്ണസംഖ്യ തികയണമെങ്കിൽ കർത്താവ് വരുന്ന പാട്ട് പാടിക്കൊണ്ടിരുന്നാൽ മതിയോ? പാട്ട് പാടിയാ വരുമോ? അപ്പോ നമ്മൾ ഈ ദൈവരാജ്യത്തെ മറ്റുള്ളവരോട് അറിയിക്കണം. എങ്കിൽ അവർ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുന്നത്. അങ്ങനെ ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുമ്പോഴാണ് ഇസ്രായേലിന്റെ കാഠിന്യം മാറുന്നത്. ഇസ്രായേലിന്റെ കാഠിന്യം മാറുന്നതാണ് മരിച്ചവരുടെ പുനരുദ്ധാനം. ഈ മരിച്ചവരുടെ പുനരുദ്ധാനമാണ് കർത്താവിന്റെ വരവ്. അപ്പൊ കർത്താവിന്റെ വരവ് സാധ്യമാക്കുന്നത് ആരാ? നമ്മൾ ഓരോരുത്തരുമാണ് കർത്താവിന്റെ വരവ് സാധ്യമാക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ആരാണ് ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ പോകുന്നത്? കർത്താവിന്റെ കാത്തിരിപ്പ്. നമ്മൾ വേണം കർത്താവിന്റെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ. സ്തോത്രം. നമ്മൾ കർത്താവ് വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയല്ല ചുമ്മാതെ. പകരം നമ്മളെ ഏൽപ്പിച്ച ദൈവ ഇഷ്ടം നമ്മൾ ഭൂമിയിൽ ചെയ്ത് കർത്താവ് വരുവാനുള്ള ക്രമീകരണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഇത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാ. ഇത് നമ്മൾ വ്യക്തമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ കർത്താവ് വരും. ഇത് നാം ചെയ്യണമെങ്കിൽ പിശാചിന്റെ പ്രവൃത്തികളെ നമ്മുടെ കാലിന്റെ കീഴിലാക്കണം. അല്ല എങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് മതം നടത്താം, കർത്താവിന്റെ പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല. സ്തോത്രം. ദൈവരാജ്യം എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ബലവാനെ പിടിച്ചു കെട്ടണം. ബലവാനെ പിടിച്ചു കെട്ടാതെ അവൻ്റെതൊന്നും കവർന്നെടുക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? സ്തോത്രം. അല്ലാത്ത പണിയിലുള്ള പരിപാടികളൊന്നും നടക്കത്തില്ല. പിടിച്ചു കെട്ടിയാൽ കാര്യങ്ങൾ ക്രമപ്പെടുവാനായിട്ട് തുടങ്ങും. പിടിച്ചു കെട്ടണമെങ്കിൽ ദൈവാത്മാവ് നമ്മളിലൂടെ റിലീസ് ചെയ്യപ്പെടുവാനിടയാകണം. സ്തോത്രം. ദൈവാത്മാവ് നമ്മളിലൂടെ റിലീസ് ചെയ്യപ്പെട്ടാൽ അവിടെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നടക്കുവാനിടയാകും. സ്തോത്രം. ഒരു ദേശത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, അത്ഭുതം നടക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അവിടുത്തെ ഭരണാധികാരി അവിടെ സ്ഥിരമായിട്ട് കിടക്കുക. അവിടെ ഹീലിംഗ് നടക്കത്തില്ല, അവിടെ മിറക്കിൾസ് നടക്കത്തില്ല. കാരണം അവിടുത്തെ ആ ഭവനത്തലവനെ അവനെ പിടിച്ചു കെട്ടണം. അവനെ പിടിച്ചു കെട്ടണമെങ്കിൽ അതിനൊരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയിലൂടെ നമ്മൾ പോയാലേ അവനെ പിടിച്ചു കെട്ടാം. ആത്മീയ അധികാരിയുടെ കാര്യം പറയുന്നത്. നമ്മൾ ഭൗതികത്തിലാരും പിടിച്ചു കെട്ടാനൊന്നും പോരുത്. സ്തോത്രം. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, ഭവനത്തിലെ
ആ തലവനെ പിടിച്ചു കെട്ടാതെ അവന്റെ യാതൊരു കോപ്പും കവർന്നെടുക്കുവാൻ സാധ്യമല്ല. ഇത് നമ്മളെ ഇവിടുന്ന് ഉണ്ടാകാൻ പറ്റാത്തതിന്റെ കാരണം ഇത് തന്നെയാണ്. പിശാചിനെ കെട്ടിയാൽ, രാജ്യം കർത്താവിന്റെ അടുത്ത് വന്നാൽ, തുടർന്ന് നമ്മൾ ഒരു നിമിഷം കർത്താവ് വൈകത്തില്ല, നമ്മളെല്ലാം ഇവിടുന്ന് മാറ്റുവാനായിട്ട് ഇടയാകും. സ്തോത്രം. അപ്പോ കർത്താവ് പോയതിന്റെ കാര്യങ്ങൾ, തുടർന്ന് രാജ്യം കർത്താവ് തിരിച്ചെടുക്കാൻ വരുന്നത്, ഇന്ന് കർത്താവ് കാത്തിരിക്കുകയാണ്. സ്ക്രീനിൽ കാണുന്നത് പോലെ നാം പ്രവൃത്തി തികയ്ക്കുമോ എന്ന് നോക്കി കാത്തിരിക്കുക. കർത്താവ് തന്നെ പിതാവ് അയച്ച പ്രവൃത്തി പെട്ടെന്ന് ചെയ്ത് കടന്നുപോയി. നമുക്ക് ആ മനസ്സിന്റെ സെറ്റപ്പ് വന്നില്ലായിരുന്നു, നമ്മളൊക്കെ അത് അറിഞ്ഞില്ല. നമ്മൾ കേട്ടത് ദൈവരാജ്യത്തെ കുറിച്ചൊന്നുമല്ല, നമ്മൾ കേട്ടത് വേറെ കുറെ കാര്യങ്ങളെ കുറിച്ച്. കർത്താവ് ഇപ്പൊ നിന്നെ വിടുവിക്കും, വാലില്ല തലയാക്കും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടു. നമ്മുടെ മനസ്സിന് അതാണ് താല്പര്യവും. കാരണം നമ്മളുടെ ചിന്തകൾ നമ്മുടെ ശത്രുവാണെന്ന് നമ്മൾ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല. കർത്താവ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി, നീ എന്നെ അനുഗമിക്കണമെങ്കിൽ നിന്റെ സ്വയത്തെ ത്യജിച്ചേ പറ്റത്തുള്ളൂ. കാരണം അതിന്റെ അർത്ഥം നമ്മുടെ സ്വയം കറപ്റ്റഡാ. അതും കൊണ്ട് കർത്താവിനെ ഫോളോ അപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല. സ്തോത്രം. അപ്പോ ഈ കാര്യങ്ങൾ ആഴത്തിലേക്ക് ഇനി നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. എങ്ങനെ ഈ ഭരണം നമുക്ക് നടത്തുവാനായിട്ട് കഴിയും? ഈ എപ്പിസോഡിന്റെ അല്ല എങ്കിൽ ഈ സന്ദേശത്തിന്റെ മുഴുവൻ സിഡിയോ ഡിവിഡിയോ വാങ്ങുവാൻ താല്പര്യമുള്ളവർ കേരളത്തിലോ ഗൾഫിലോ ഉള്ള താഴെ പറയുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവവചന ശുശ്രൂഷ പ്രാർത്ഥനാലയം ഗോസ്പൽ സെന്ററിൽ എല്ലാ മാസവും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ സ്നേഹത്തോടെ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. വരിക, ആശ്വാസം പ്രാപിക്കുക. ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്ന് തിരുവചന ധ്യാനത്തിലൂടെ ദൈവം തരുന്ന സമാധാനവും സന്തോഷവും നിത്യജീവനും സൗഖ്യവും പ്രാപിക്കാൻ കർത്താവ് നിങ്ങളെയും ക്ഷണിക്കുന്നു.